നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ സ്തംഭിപ്പിച്ച ഇറാൻ യുദ്ധം അവസാനിക്കുമെന്ന ലോകത്തിന്റെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടി. ഇസ്രായേൽ, ലബനൻ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് തുറന്നെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കായി. തുറന്ന ഹോർമൂസ് കടലിടുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ വീണ്ടും അടച്ചു. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഹോർമൂസിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമൂസ് അടച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ദീർഘകാല കരാറിലെത്തിയില്ലെങ്കിൽ ഇറാന്റെ മേൽ ബോംബ് വർഷം പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇനി യുദ്ധമുണ്ടായാൽ അത് ആഗോള യുദ്ധമാകുമെന്ന് ഇറാൻ ഭീഷണി ഉയർത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. ഹോർമുസിൽ ഇറാനും USഉം വീണ്ടും നിലപാട് ഘടിപ്പിച്ചതോടെ വെടിനിർത്തൽ ധാരണകളെല്ലാം പൊളിഞ്ഞു. ഇസ്രായേലും ലബനനും തമ്മിലെ വെടിനിർത്തൽ ധാരണയും പാളുകയാണ്. വെടിനിർത്തൽ കാലയളവിൽ ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ്. ഇറാന്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ നേരത്തെ നിശ്ചയിച്ച് അറിയിച്ചിട്ടുള്ള പാതയിലൂടെയായിരിക്കണം കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിന്നാലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നതായും കപ്പലുകൾക്ക് കടന്നുപോകാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. എന്നാൽ ഈ ഉറപ്പുകൾക്കെല്ലാം ഏതാനും മണിക്കൂറുകൾ നീണ്ട ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. തുറന്നുകൊടുത്ത ഹോർമുസ് കടലിടുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ വീണ്ടും അടച്ചു. ഇറാന്റെ തുറമുഖങ്ങൾക്ക് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇറാൻ ഈ പാത വീണ്ടും അടയ്ക്കാൻ തീരുമാനിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിച്ച 21 കപ്പലുകളെ അമേരിക്കൻ സൈന്യം തിരിച്ചയച്ചിരുന്നു. പിന്നാലെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അഥവാ IRGC വീണ്ടും ഏറ്റെടുത്തു. തങ്ങളുടെ അനുമതിയില്ലാത്ത കപ്പലുകൾ കടത്തിവിടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. യുദ്ധം പൂർണ്ണമായി അവസാനിക്കുകയും ശാശ്വതമായ സമാധാനം കൈവരിക്കുകയും ചെയ്യുന്നതുവരെ ഹോർമുസ് കടലിടുക്കിൽ കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും തുടരുമെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലും വെളിപ്പെടുത്തി. ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്ന് IRGC കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. IRGC അനുമതി നൽകുന്ന വാണിജ്യ കപ്പലുകൾക്ക് മാത്രമേ ഇനി ഹോർമുസ് വഴി കടന്നുപോകാൻ സാധിക്കൂ. അതിന് കപ്പലുകൾ നിശ്ചിത ടോൾ നൽകണമെന്നും ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ മേധാവി ഇബ്രാഹിം അസിസി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹോർമുസ് തുറന്നെന്ന് ഇറാന്റെ പ്രഖ്യാപനമുണ്ടായെങ്കിലും സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മിക്ക കപ്പലുകളും യാത്ര പൂർത്തിയാക്കാനാകാതെ മടങ്ങിയതായി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ നടപടിക്കെതിരെ ഭീഷണിയുടെ സ്വരത്തിലാണ് ട്രംപ് പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നീക്കം തന്നെ ഭയപ്പെടുത്തുന്നില്ലെന്നും അത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ നീക്കം USനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ ട്രംപ് ഇറാന്റെ ഭീഷണിക്ക് തങ്ങൾ വഴങ്ങുമെന്ന് കരുതേണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 29 മുൻപായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ദീർഘകാല കരാറിലെത്തണമെന്നാണ് ഇറാനോടുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസിലും ഇറാനിയൻ തുറമുഖങ്ങളിലുമുള്ള ഉപരോധം തുടരുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. കരാറായില്ലെങ്കിൽ നിർഭാഗ്യവശാൽ ബോംബ് വർഷം പുനരാരംഭിക്കേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതിനിടെ വെടിനിർത്തലിലേക്ക് എത്തിയ പൊതുധാരണ US ലംഘിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖാതിബ്സാദെ പറഞ്ഞു. കോളനിവൽക്കരണത്തിന്റെ കാലം കഴിഞ്ഞെന്നും മറ്റു രാജ്യങ്ങളോട് ആജ്ഞാപിക്കാൻ US ശ്രമിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി യുദ്ധമുണ്ടായാൽ അത് ആഗോള യുദ്ധമാകുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഈ മാസം പോലും ഇറാൻ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചെന്നും യുദ്ധം തുടർന്നാൽ അവ ഉപയോഗിക്കുമെന്നും മുതിർന്ന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ മുന്നറിയിപ്പ് നൽകി. USുമായി ധാരണയിലെത്തിയ ആദ്യ വെടിനിർത്തൽ ഈ മാസം 22-ന് അവസാനിക്കും. ഇത് നീട്ടാനും സമാധാന ചർച്ചകൾക്ക് പുതിയ തീയതി നിശ്ചയിക്കാനും US തയ്യാറായിട്ടില്ലെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇരുവിഭാഗവും ധാരണയിൽ എത്തിയില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ തീവ്രതയോടെ യുദ്ധം ചെയ്യാൻ ഇരുവിഭാഗവും തയ്യാറെടുത്തുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർപ്പാപ്പയുമായി ഏതെങ്കിലും രാഷ്ട്ര നേതാവ് ഇടയുന്നത് ആധുനിക കാലത്ത് അത്യപൂർവമാണ്. എന്നാൽ
ലിയോ 14 മാർപ്പാപ്പയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാക്പോര് ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇറാനെതിരെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. തനിക്കെതിരെ തിരിയുന്ന ആരോടും പരിധി വിട്ട് പ്രതികരിക്കുന്ന ട്രംപ് കത്തോലിക്ക വിശ്വാസികളുടെ തലവനോടും അതേ നയം തന്നെയാണ് സ്വീകരിച്ചത്. ഒരു മാർപ്പാപ്പയായി ലിയോ 14 അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ ട്രംപ് മാർപ്പാപ്പ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണമെന്നും അധിക്ഷേപിച്ചു. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് മാർപ്പാപ്പ ഒന്നും മിണ്ടരുതെന്നാണ് ട്രംപിന്റെ താക്കീത്. ലോക നേതാക്കൾ ട്രംപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യവും നീതിയും തുറന്നു പറയാൻ തനിക്ക് ഭയമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലിയോ 14 മാർപ്പാപ്പ. കത്തോലിക്ക വിശ്വാസികളുടെ തലവൻ എന്ന നിലയിൽ മാർപ്പാപ്പയുടെ നീക്കം അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ പരമാചാര്യനായ മാർപ്പാപ്പയുമായി ഇണങ്ങിപ്പോകുന്നതാണ് ഓരോ രാജ്യത്തെയും ഭരണമേധാവികളുടെ രീതി. ഇതിനൊരു അപവാദം നെപ്പോളിയൻ ബോണപ്പാർട്ട് മാത്രമായിരുന്നു. എന്നാൽ ഫ്രഞ്ച് ചക്രവർത്തിയെ പയസ് 7 മാർപ്പാപ്പ അതിജീവിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് മാർപ്പാപ്പയുമായി പരസ്യമായി ഏറ്റുമുട്ടുന്ന രാഷ്ട്രത്തലവനായി മാറിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ച ലിയോ 14 മാർപ്പാപ്പയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാക്പോരാട്ടം ആകാംക്ഷയോടെയാണ് ലോകം നിരീക്ഷിക്കുന്നത്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുള്ള തർക്കം മുറുകുമ്പോഴും തന്റെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ലിയോ 14. ഈ പോരാട്ടത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ട്രംപ് വലിയ വിമർശനം നേരിടുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. മതി അവനവന്റെയും പണത്തിന്റെയും വിഗ്രഹാരാധന, മതി അധികാര പ്രകടനം, മതി യുദ്ധം. ഇതായിരുന്നു പോപ്പ് യുദ്ധത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ. US-ഉം ഇറാനും നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് മാർപ്പാപ്പ സമാധാനത്തിനായി ശബ്ദമുയർത്തിയത്. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെയും മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലൂടെയും ട്രംപ് മാർപ്പാപ്പയോടുള്ള എതിർപ്പും അതൃപ്തിയും വ്യക്തമാക്കി. ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴും അതിരുകടന്നുപോയി എന്നതിൽ തർക്കമില്ല. ഞാൻ ലിയോ 14 മാർപ്പാപ്പയുടെ ആരാധകനല്ല. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നത് ശരിയാണെന്ന് കരുതുന്ന ഒരു മാർപ്പാപ്പയെ എനിക്ക് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ് മാർപ്പാപ്പയ്ക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ട്രംപ്. വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തും കുറ്റവാളികളുടെ കടന്നുകയറ്റവും തടയാൻ താൻ ശ്രമിക്കുമ്പോൾ അതിനെ മാർപ്പാപ്പ വിമർശിക്കുന്നത് ശരിയല്ല. തീവ്ര ഇടതുപക്ഷത്തെ തൃപ്തിപ്പെടുത്താനാണ് മാർപ്പാപ്പ ശ്രമിക്കുന്നതെന്നും അത് നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പയാകാനുള്ള ഒരു പട്ടികയിലും ഇല്ലാതിരുന്നിട്ടും അമേരിക്കക്കാരനായതുകൊണ്ട് മാത്രമാണ് കത്തോലിക്ക സഭ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതിനവർക്ക് വ്യക്തമായ അജണ്ടയുണ്ടായിരുന്നു. ട്രംപിനെ നേരിടാൻ അമേരിക്കക്കാരനെ പോപ്പാക്കുന്നതിലും വലിയ മാർഗമില്ല എന്ന് സഭ തീരുമാനിച്ചിട്ടുണ്ടാകണം. ഇടതുപക്ഷക്കാരനായ ഡേവിഡ് ആക്സൽറോഡിനെ പോലെയുള്ള ഒബാമ അനുഭാവികളുമായി ലിയോ 14 കൂടിക്കാഴ്ച നടത്തുന്നു. മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹം തന്റെ കടമകൾ നിർവഹിക്കണം. സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് നിർത്തണം. രാഷ്ട്രീയക്കാരനാകാനല്ല, മഹാനായ മാർപ്പാപ്പയാകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന തരത്തിലാണ് ട്രംപിന്റെ വിമർശനം. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് മാർപ്പാപ്പ ഒന്നും മിണ്ടരുതെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ എന്താണ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ഒരു ധാരണയുമില്ലെന്നാണ് ഒരു ഇറ്റാലിയൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് മാർപ്പാപ്പയെ അധിക്ഷേപിച്ചത്. ഇതിനിടെ മാർപ്പാപ്പയുമായി വാക്പോരിനു ശേഷം ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രവും വിവാദമായി. ട്രംപ് സ്വയം യേശുക്രിസ്തുവിനോട് സാമ്യപ്പെടുത്തിയ AI ചിത്രമാണ് പൊല്ലാപ്പുണ്ടാക്കിയത്. ട്രംപിന്റെ സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ചുവപ്പും വെള്ളയും കലർന്ന വസ്ത്രം ധരിച്ച് കൈകളിൽ നിന്നും തലയിൽ നിന്നും പ്രകാശം പുറപ്പെടുന്ന രീതിയിലായിരുന്നു ട്രംപ് തന്നെ ചിത്രീകരിച്ചത്. അസുഖബാധിതനായി കിടക്കുന്ന ഒരാളുടെ നെറ്റിയിൽ ട്രംപ് സ്പർശിക്കുന്നതും പശ്ചാത്തലത്തിൽ അമേരിക്കൻ പതാകയും അദ്ദേഹത്തെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന സൈനികനും പോർവിമാനങ്ങളുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം.
മതനേതാക്കളിൽ നിന്നും സ്വന്തം അനുയായികളിൽ നിന്നും ദൈവനിന്ദ ആരോപിച്ച് വലിയ പ്രതിഷേധമുയർന്നതോടെ ട്രംപിന് തന്റെ ചിത്രം പിൻവലിക്കേണ്ടി വന്നു. ട്രംപിനെ എപ്പോഴും പിന്തുണയ്ക്കാറുള്ള തീവ്ര ക്രിസ്ത്യൻ വിശ്വാസികളിൽ നിന്ന് പോലും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ട്രംപ് ചെയ്തത് ദൈവനിന്ദയാണെന്ന് യാഥാസ്ഥിതിക മാധ്യമപ്രവർത്തകരും വിമർശിക്കുകയുണ്ടായി. മാർപ്പാപ്പയ്ക്കെതിരെ സ്വയം യേശുദേവനായി ചിത്രീകരിച്ച ട്രംപ് ഉയർത്തിയ വിമർശനം അംഗീകരിക്കാനാവുന്നതല്ല എന്നായിരുന്നു ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പറഞ്ഞത്. സ്വന്തം ചിത്രം ഉപയോഗിച്ച് ട്രംപ് AI പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇതാദ്യമല്ല. മുമ്പ് മാർപ്പാപ്പയുടെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള AI ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നുവെങ്കിലും ഇത്രയും വലിയ പ്രതിഷേധം ഇതാദ്യമായാണ്. അതിനിടെ താൻ ട്രംപിനെ ഭയക്കുന്നില്ലെന്നും ഇറാൻ യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് തുടരുമെന്നും ലിയോ മാർപ്പാപ്പ വ്യക്തമാക്കി. താൻ യുദ്ധങ്ങൾക്കെതിരെ ഉറക്കെ സംസാരിക്കുന്നത് തുടരുമെന്ന് ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. സമാധാനവും സംഭാഷണങ്ങളും പ്രോത്സാഹിപ്പിക്കാനും പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമായി രാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ ബന്ധങ്ങൾ വളർത്താനും ആഗ്രഹിക്കുന്നുവെന്നും മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ US മെത്രാൻ സമിതി ശക്തമായി പ്രതിഷേധിച്ചു. മാർപ്പാപ്പ ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളി അല്ല എന്ന് ബിഷപ്പുമാർ ട്രംപിനെ ഓർമ്മിപ്പിച്ചു. മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെപ്പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിയല്ല ലിയോ 14 സഭയ്ക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു റോക്ക് സ്റ്റാർ ആയിരുന്നുവെങ്കിൽ ലിയോ ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറാണെന്നാണ് റോമിലെ അപ്പിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫ്രാൻസിസ്കോ സിസ്കി വിശേഷിപ്പിച്ചത്. ലൈംഗിക പീഡന വിവാദങ്ങളിൽ തളർന്ന സഭയ്ക്ക് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിനെതിരെ നിലകൊള്ളാൻ കഴിയുന്ന മാർപ്പാപ്പയുടെ സാന്നിധ്യം വലിയ കരുത്താണ് നൽകുന്നത്. NBC ന്യൂസ് നടത്തിയ സർവേ പ്രകാരം അമേരിക്കയിലെ വോട്ടർമാർക്കിടയിൽ ട്രംപിനേക്കാൾ ജനപ്രീതി ലിയോ മാർപ്പാപ്പയ്ക്കുണ്ട്. ഇറാൻ യുദ്ധത്തെ ദൈവഹിതമായി കാണുന്ന ട്രംപ് ഭരണകൂടവും യുദ്ധം തകർത്ത ലോകത്ത് സഭയുടെ ധാർമ്മികത വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന മാർപ്പാപ്പയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ലളിതമായ ഒന്നല്ല. കുടിയേറ്റ നയങ്ങളെ ചൊല്ലി തുടങ്ങിയ ഈ തർക്കം വെനസ്വേലയിലെയും ഇറാനിലെയും സൈനിക ഇടപെടലുകളിലേക്ക് വ്യാപിച്ചു. ഈ പോരാട്ടം ട്രംപിന് വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു. ട്രംപും വത്തിക്കാനും തമ്മിലുള്ള ഈ പോരാട്ടം വരാനിരിക്കുന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്. യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിച്ചത് തന്നെ സംഭവിച്ചു. ഹംഗറിയിൽ വിക്ടർ ഓർബാൻ ഭരണത്തിന് അവസാനം. ലോകം ആകാംക്ഷയോടെ നിരീക്ഷിച്ച ഹംഗറിയിലെ തിരഞ്ഞെടുപ്പിൽ 16 വർഷം ഭരിച്ച വിക്ടർ ഓർബാന്റെ ഫിഡസ് പാർട്ടിക്ക് ദയനീയ പരാജയം. ഹംഗറിയൻ രാഷ്ട്രീയത്തിൽ 2 വർഷത്തെ പരിചയം മാത്രമുള്ള പ്രതിപക്ഷ നേതാവ് പീറ്റർ മജാറിന്റെ ടിസ പാർട്ടി 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക്. മുൻപ് ഓർബാന്റെ അനുയായിയും ആരാധകനുമായിരുന്ന പീറ്റർ മജാർ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. വിക്ടർ ഓർബാൻ പടിയിറങ്ങുന്നതോടെ ഹംഗറി യൂറോപ്യൻ യൂണിയനുമായും നാറ്റോ സഖ്യവുമായും കൂടുതൽ അടുക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഓർബാന്റെ പതനം ആഗോള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വലതുപക്ഷ ചേരികളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. ഹംഗറിയിൽ ഏപ്രിൽ 13 നടന്ന തിരഞ്ഞെടുപ്പ് യൂറോപ്പിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യൂറോപ്യൻ യൂണിയനും നാറ്റോ സൈനിക സഖ്യത്തിനും പലപ്പോഴും വെല്ലുവിളി ഉയർത്തിയിരുന്ന വിക്ടർ ഓർബന്റെ ഭാവി നിർണ്ണയിക്കുന്ന ജനവിധിയായതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഹംഗറിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. 77% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മാറ്റത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ശക്തമായ ആഗ്രഹമാണ് ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. 16 വർഷങ്ങളായി ചോദ്യം ചെയ്യപ്പെടാതെ അധികാരത്തിലിരുന്ന തീവ്ര വലതുപക്ഷ നേതാവ് വിക്ടർ ഓർബനും അദ്ദേഹത്തിന്റെ ഫിഡസ് പാർട്ടിയും കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ യൂറോപ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നായി അത് മാറി. പ്രതിപക്ഷ നേതാവ് പീറ്റർ മജാറിന്റെ നേതൃത്വത്തിലുള്ള റെസ്പെക്ട് ആൻഡ് ഫ്രീഡം പാർട്ടി അഥവാ ടിസയാണ് ചരിത്ര വിജയം നേടിയത്. തിരഞ്ഞെടുപ്പിൽ 54% വോട്ട് നേടിയ ടിസ പാർട്ടി
199 അംഗ പാർലമെന്റിലെ 140 സീറ്റും നേടി. ഓർബന്റെ ഫിഡസ് പാർട്ടിക്ക് 37.9% വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 135 നിന്ന് 53 സീറ്റുകളിലേക്ക് ഓർബന്റെ പാർട്ടി കൂപ്പുകുത്തിയതിൽ നിന്നു തന്നെ ജനവികാരം എത്രത്തോളം എതിരായിരുന്നുവെന്ന് വ്യക്തം. പാർലമെന്റിൽ 3-2 എന്ന സൂപ്പർ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് പീറ്റർ മജാറിന്റെ പാർട്ടിക്ക് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കും. മാത്രവുമല്ല, ഈ ഭൂരിപക്ഷം കൊണ്ട് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനും മജാറിനും സംഘത്തിനും കരുത്തു നൽകും. അതേസമയം ജനവിധി അംഗീകരിക്കുന്നുവെന്ന് 1.5 പതിറ്റാണ്ടിലേറെ ഹംഗറിയെ നയിച്ച സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ഓർബന്റെ പതനം യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് നിഗമനം. ഹംഗറി യൂറോപ്പിനെ തിരഞ്ഞെടുത്തുവെന്ന വിജയത്തിനു ശേഷം പീറ്റർ മജാർ പ്രതികരിച്ചത് ഹംഗറിയുടെ ഇനിയുള്ള കൂറ് എങ്ങോട്ടെന്ന് വ്യക്തമാക്കുന്നു. യൂറോപ്യൻ യൂണിയനുള്ളിൽ തീവ്ര വലതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രധാന നേതാവായിരുന്നു വിക്ടർ ഓർബൻ. അദ്ദേഹത്തിന്റെ പരാജയം യൂറോപ്യൻ യൂണിയന്റെ ഐക്യത്തിന് ഗുണകരമാകുമെന്നും റഷ്യക്കെതിരായ യൂറോപ്പിന്റെ നിലപാടുകൾ കൂടുതൽ ശക്തമാകുമെന്നും കരുതപ്പെടുന്നു. ഹംഗറിയിലെ ജനങ്ങൾ ഭയത്തെ തോൽപ്പിച്ചിരിക്കുന്നുവെന്നും പുതിയ സ്വതന്ത്ര ഹംഗറിയിലേക്ക് പ്രവേശിക്കുകയാണെന്നും വിജയാഹ്ലാദത്തിനിടെ പീറ്റർ മജാർ പറഞ്ഞു. ഉക്രൈനിലുള്ള യൂറോപ്യൻ യൂണിയന്റെ ധനസഹായങ്ങളും ഉപരോധങ്ങളും വീറ്റോ അധികാരം ഉപയോഗിച്ച് ഓർബൻ തടഞ്ഞത് യൂറോപ്യൻ യൂണിയനെ പലപ്പോഴും പ്രതിസന്ധിയിൽ നിർത്തിയിരുന്നു. ഓർബന്റെ പരാജയത്തെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ സ്വാഗതം ചെയ്തു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും ലഭിച്ച വിജയമായി ഇതിനെ പലരും വിലയിരുത്തുന്നു. യൂറോപ്പിന്റെ ഹൃദയമിടിപ്പ് ഹംഗറിയിൽ നിന്ന് ശക്തമായി കേൾക്കാമെന്നായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയന്റെ പ്രതികരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തുടങ്ങിയവരും പുതിയ ഭരണകൂടത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അനുകൂലിച്ച ഹംഗേറിയൻ നേതാവായിരുന്നു വിക്ടർ ഓർബൻ. ട്രംപിന്റെ ഹംഗേറിയൻ പതിപ്പ് എന്ന വിശേഷണവും ചില പാശ്ചാത്യ നിരീക്ഷകർ ഓർബന് ചാർത്തിക്കൊടുത്തിരുന്നു. ഓർബിനു വേണ്ടി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഹംഗറിയിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി എന്നതിൽ നിന്നു തന്നെ ട്രംപ് ഓർബൻ ബന്ധം എത്രത്തോളം ശക്തമെന്ന് വ്യക്തം. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പരസ്യമായി പിന്തുണച്ച് യൂറോപ്യൻ യൂണിയനും ഓർബൻ വെല്ലുവിളി ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാജയം ട്രംപിനും പുടിനുമേറ്റ തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയൻ ചേരിക്ക് ശക്തമായ പിന്തുണ നൽകുന്ന നേതാവാണ് പീറ്റർ മജാർ. 1981 ഹംഗറിയിലെ അഭിഭാഷക കുടുംബത്തിലാണ് മജാർ ജനിച്ചത്. ഓർബൻ ഭരണകൂടത്തിൽ നീതിന്യായ മന്ത്രിയായിരുന്ന ജൂഡിത്ത് ബർഗയെ വിവാഹം കഴിച്ചെങ്കിലും 2023 ഇരുവരും വേർപിരിഞ്ഞു. യൂറോപ്യൻ യൂണിയനിലും ദേശീയ ബാങ്കിലും പ്രവർത്തിച്ചിരുന്ന പീറ്റർ മജാർ 2 വർഷം മുൻപാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ഓർബന്റെ ദേശീയവാദി പാർട്ടിയായ ഫിഡസ് അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് മജാർ മധ്യ വലതുപക്ഷ പാർട്ടിയായ ടിസ പാർട്ടി രൂപീകരിച്ചത്. 2024 യൂറോപ്യൻ തിരഞ്ഞെടുപ്പിൽ ഫിഡസിനെതിരായി മത്സരിക്കുകയും ചെയ്തു. പാർട്ടിയുണ്ടാക്കി 4 മാസത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ടിസ 30% വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തി ദേശീയ ശ്രദ്ധയും നേടി. മുൻപ് വിക്ടർ ഓർബന്റെ അടുത്ത അനുയായിയും ആരാധകനുമായിരുന്ന പീറ്റർ മജാർ ഹംഗറിയിലെ സർക്കാരിൽ നിർണായക ചുമതലകളും വഹിച്ചിരുന്നു. സർക്കാരിലെ അഴിമതിയിലും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിലും പ്രതിഷേധിച്ച പാർട്ടി വിട്ട അദ്ദേഹം ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ നേതാവായി മാറിയത്. അഴിമതി അവസാനിപ്പിക്കുക, യൂറോപ്യൻ യൂണിയനുമായി ബന്ധം മെച്ചപ്പെടുത്തുക, തകർന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ പുനരുദ്ധീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ടിസ പാർട്ടി മുന്നോട്ട് വെച്ചത്. ഓർബന്റെ റഷ്യൻ അനുകൂല നിലപാടുകൾക്ക് വിരുദ്ധമായി യൂറോപ്യൻ യൂണിയനോട് സഹകരിച്ചു പോകാനാണ് പീറ്റർ മജാർ ലക്ഷ്യമിടുന്നത്. അതേസമയം നിരവധി വെല്ലുവിളികൾ തരണം ചെയ്തു വേണം പീറ്റർ മജാറിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഭരണ സംവിധാനങ്ങളിൽ വിക്ടർ ഓർബന്റെ അനുയായികൾ ഉണ്ടാക്കിയിരിക്കുന്ന ശക്തമായ സ്വാധീനത്തെ മറികടക്കാൻ പീറ്റർ മജാറിന് എത്രത്തോളം കഴിയുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇറാനിലും യുക്രൈനിലും സുഡാനിലും മറ്റും മനുഷ്യർ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഉഗാണ്ടയിലെ നിബിഡ വനത്തിലും 10 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം തുടരുന്നു. പക്ഷേ ഇവിടെ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മനുഷ്യരല്ല, ചിമ്പാൻസികളാണ്. ഉഗാണ്ടയിലെ കിബാല നാഷണൽ പാർക്കിലെ എൻഗോഗോ ചിമ്പാൻസി കൂട്ടായ്മ 2 വിഭാഗങ്ങളായി വേർപിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുന്നു. ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നു. ആൺ ചിമ്പാൻസികളെയും കുട്ടികളെയും തേടിപ്പിടിച്ചു കൊന്ന് വംശഹത്യ നടത്തുന്ന ചിമ്പാൻസികളുടെ മനഃശാസ്ത്രം ഗവേഷകരെയും ഞെട്ടിക്കുന്നു. മനുഷ്യർ നടത്തുന്ന യുദ്ധങ്ങളോട് അസാധാരണമായ സാമ്യതയും കൃത്യമായ തന്ത്രങ്ങളോടെയും ചിമ്പാൻസികൾ നടത്തുന്ന പോരാട്ടത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അടുത്ത വാർത്തയിൽ.
ലോകത്തിലെ ഏറ്റവും വലിയ ചിമ്പാൻസി സമൂഹമാണ് ഉഗാണ്ടയിലെ എൻഗോഗോ. വലിയൊരു കുടുംബം പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. ഐക്യവും ശക്തമായ സാമൂഹിക ബന്ധങ്ങളുമായിരുന്നു എൻഗോഗോ കൂട്ടായ്മയുടെ കരുത്ത്. ഒരവസരത്തിൽ ഈ കൂട്ടായ്മയിലെ എണ്ണം വർദ്ധിച്ചു. അതുകൊണ്ടുതന്നെ വനത്തിനുള്ളിൽ ഒരു വലിയ പ്രദേശം എൻഗോഗോയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒരേ പ്രദേശം പങ്കിടുകയും പരസ്പരം ഇണചേരുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പുകൾ മാറി ഇടപഴകുന്നതും പതിവായിരുന്നു. പക്ഷേ ഈ പരസ്പര സഹകരണം 2015 വരെയേ ഉണ്ടായിരുന്നു. 2015 ശേഷം ബന്ധുക്കൾ കടുത്ത ശത്രുക്കളായി മാറുകയായിരുന്നുവെന്ന് ഗവേഷകരുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ന് 2 ചേരികളിലായി തിരിഞ്ഞ് രക്തരൂക്ഷിതമായ ആഭ്യന്തര പോരാട്ടത്തിലാണ് എൻഗോഗോകൾ. കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുന്നതിലേക്ക് ചിമ്പാൻസികളുടെ ആഭ്യന്തര കലാപം രൂപം മാറിയിരിക്കുന്നു. ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന ഇവർക്കിടയിൽ അപ്രതീക്ഷിതമായുണ്ടായ വിള്ളലുകൾ കാരണം എൻഗോഗോ ചിമ്പാൻസി കൂട്ടം പടിഞ്ഞാറൻ വിഭാഗം, മധ്യവിഭാഗം എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി ഗവേഷകർ വിഭജിച്ചിരിക്കുകയാണ്. ചിമ്പാൻസി സമൂഹത്തിലുണ്ടായ പിളർപ്പും അതിനെ തുടർന്നുണ്ടായ കൂട്ടക്കൊലയും അങ്ങേയറ്റം അപൂർവമാണെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. 500 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത്തരം സാമൂഹിക വിഭജനങ്ങളെന്ന് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. കണ്ടുമുട്ടുമ്പോഴെല്ലാം സ്നേഹത്തോടെ ഇടപഴകിയിരുന്നവർ ഇന്നിപ്പോൾ നേരിട്ട് കണ്ടാൽ കടിച്ചു കീറുന്ന നിലയിലേക്ക് മാറിയത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. മധ്യവിഭാഗത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പടിഞ്ഞാറൻ വിഭാഗം പെട്ടെന്ന് നിശബ്ദരാവുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. മധ്യവിഭാഗം പടിഞ്ഞാറൻ വിഭാഗത്തെ ഏറെ ദൂരം പിന്തുടർന്ന് ആക്രമിക്കാറുമുണ്ട്. ഇതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ സാമൂഹികമായി മാത്രമല്ല ഭൂമിശാസ്ത്രപരമായും അകന്നു. യുഎസിലെ മിഷിഗൺ സർവകലാശാലയിലെ നരവംശാസ്ത്ര പ്രൊഫസർ എമറിറ്റസ് ജോൺ മിതാനി, ടെക്സസ് സർവകലാശാലയിലെ ആരോൺ സാൻഡൽ എന്നിവർ ചിമ്പാൻസി സമൂഹത്തെ 2 പതിറ്റാണ്ടിലേറെയായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവർ 2017 ആയപ്പോഴേക്കും സ്വന്തം അതിർത്തികൾ നിശ്ചയിച്ചുവെന്ന് ഗവേഷകർ കണ്ടെത്തി. ശത്രുവിഭാഗത്തിൽ ഒരാൾ പോലും അതിർത്തി കടന്നു വരാതിരിക്കാൻ അവർ ജാഗ്രത പുലർത്തുകയും കാവലേർപ്പെടുത്തുകയും ചെയ്തു. മേധാവിത്വത്തിനും വിഭവങ്ങൾക്കുമുള്ള പോരാട്ടം ഒന്നിക്കാനാകാത്ത വിധം ചിമ്പാൻസി സമൂഹത്തെ പിളർത്തി മാറ്റി. 2018ഓടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അറ്റു. വൈകാതെ തന്നെ ഇരു ചേരികളും ആക്രമണങ്ങളിലേക്ക് കടന്നു. കേവലം മൃഗീയമായ ആക്രമണങ്ങളായിരുന്നില്ല ചിമ്പാൻസികൾക്കിടയിലെ പോരാട്ടം. കൃത്യമായ തന്ത്രങ്ങളോടെ നടപ്പിലാക്കിയ ആക്രമണങ്ങളായിരുന്നു. ആദ്യം മുതിർന്ന ആൺ ചിമ്പാൻസികളെയും പിന്നീട് കുഞ്ഞുങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഇവർ നടത്തുന്ന പോരാട്ടത്തിന് മനുഷ്യർ നടത്തുന്ന യുദ്ധങ്ങളോട് സാമ്യമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. അതിർത്തികളിൽ നിശബ്ദമായി റോന്തു ചുറ്റുകയും ഒറ്റപ്പെട്ട ശത്രുക്കളെ കണ്ടെത്തി കൂട്ടമായി ആക്രമിക്കുകയും ചെയ്യുന്ന യുദ്ധമുറയാണ് ചിമ്പാൻസികൾ പയറ്റിയത്. 3 വർഷത്തിനിടെ മുതിർന്നവരും കുഞ്ഞുങ്ങളുമടക്കം 24ഓളം ചിമ്പാൻസികൾ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. കുഞ്ഞുങ്ങളെ കലിയടങ്ങുവോളം അടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ ഗവേഷകരെ ഞെട്ടിച്ചു. 2021 മുതൽ പടിഞ്ഞാറൻ ഗ്രൂപ്പ് ശത്രുപക്ഷത്തെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കാനും കൊന്നൊടുക്കാനും തുടങ്ങി. ശത്രുവിന്റെ ഭാവി തലമുറയെ ഇല്ലായ്മ ചെയ്യുക എന്ന ക്രൂരമായ യുദ്ധതന്ത്രത്തിന് തുല്യമാണിതെന്നാണ് വിലയിരുത്തൽ. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഭക്ഷിക്കുകയും മറ്റു ചിലപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ക്രൂരമായ ശീലവും ഇവരിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇതേ കാലയളവിൽ മധ്യവിഭാഗത്തിലെ 14 മുതിർന്ന ചിമ്പാൻസികളെ കാണാതാവുകയും ചെയ്തു. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഇവരും ആക്രമണത്തിന് ഇരയായിരിക്കാനാണ് സാധ്യതയെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. പ്രധാനമായും ന്യൂനപക്ഷമായിരുന്ന പടിഞ്ഞാറൻ വിഭാഗം ചിമ്പാൻസികളാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. കുഞ്ഞുങ്ങളെ അമ്മമാരിൽ നിന്ന് ബലമായി പിടിച്ചുവാങ്ങി കൊലപ്പെടുത്തുന്നതും ഗവേഷകർ കണ്ടു. 5-10 ചിമ്പാൻസികൾ ചേർന്ന് ഒരാളെ കീഴ്പ്പെടുത്തുകയും കടിച്ചും ചവിട്ടിയും വലിച്ചിഴച്ചും ആക്രമിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി പടിഞ്ഞാറൻ ഗ്രൂപ്പിന്റെ എണ്ണം 76-ൽ നിന്നും 108ആയി ഉയർന്നപ്പോൾ
മധ്യവിഭാഗം വംശനാശത്തിന്റെ വക്കിലുമെത്തി. കിബാലെ നാഷണൽ പാർക്കിൽ 1995 മുതൽ ശേഖരിച്ച 3 പതിറ്റാണ്ടിലെ വിവരങ്ങളാണ് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന് ആധാരം. ധാരാളം ഭക്ഷണമുണ്ടായിട്ടും ചിമ്പാൻസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇണകൾക്കായും പദവിക്കായും വേണ്ടി ആൺ ചിമ്പാൻസികൾക്കിടയിൽ ഉടലെടുത്ത മത്സരവും ഈ സംഘർഷത്തിന് കാരണമായെന്ന് 2026 പുറത്തിറങ്ങിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സാധാരണ ചിമ്പാൻസി കൂട്ടങ്ങളിൽ 50 അംഗങ്ങളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ എൻഗോഗോ കൂട്ടായ്മയിൽ 200ഓളം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ഭക്ഷണത്തിനും ഇണകൾക്കും വേണ്ടിയുള്ള മത്സരം വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ 2014 രോഗബാധയെ തുടർന്ന് 2 വിഭാഗങ്ങളെയും കൂട്ടിയിണക്കിയിരുന്ന പ്രധാന ചിമ്പാൻസികൾ ചത്തതും എൻഗോഗോകൾക്കിടയിലെ ബന്ധം തകരാനുള്ള പ്രധാന കാരണമായി പറയുന്നു. വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ മധ്യസ്ഥരായി നിന്നിരുന്ന മുതിർന്ന ചിമ്പാൻസികളുടെ മരണം വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയായിരുന്നു. 2015 പുതിയൊരു ആൽഫ പുരുഷ ചിമ്പാൻസി നേതാവായി അധികാരത്തിൽ വന്നതും സംഘർഷം മൂർച്ഛിക്കാനും നിലവിലുണ്ടായിരുന്ന സാമൂഹിക ക്രമങ്ങളെ തകിടം മറിക്കാനും കാരണമായി. ഈ നേതാവിന്റെ ഉദയവും നേതൃത്വത്തിലെ മാറ്റങ്ങളും ഗ്രൂപ്പിനുള്ളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനും അനൈക്യമുണ്ടാകാനും കാരണമായി. മൃഗീയമായ ആക്രമണങ്ങൾക്കപ്പുറം സൈനിക നീക്കങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചിട്ടയായ തന്ത്രങ്ങളാണ് ചിമ്പാൻസികൾ പുറത്തെടുക്കുന്നത്. ആക്രമണത്തിലെ തീവ്രതയും അങ്ങേയറ്റത്തെ ക്രൂരതയും ഗവേഷകരെ പോലും ഞെട്ടിച്ചു. ശത്രുക്കളെ അംഗഭംഗം വരുത്തിയും ക്രൂരമായി മർദ്ദിച്ചുമാണ് ഇവർ കൊലപ്പെടുത്തുന്നത്. മൃതപ്രായരായ ചിമ്പാൻസികളെ വിടാതെ ഉപദ്രവിക്കുന്നതും മൃതദേഹങ്ങളോട് കാണിക്കുന്ന അനാദരവും വന്യജീവി ലോകത്ത് അപൂർവമാണെന്നും ഗവേഷകർ പറയുന്നു. ചില മനുഷ്യർ പ്രകടിപ്പിക്കുന്ന അക്രമവാസന ചിമ്പാൻസികളിലും എങ്ങനെ കടന്നുവെന്ന് നിരീക്ഷിക്കുകയാണ് ഗവേഷകർ. ചിമ്പാൻസികൾക്കിടയിൽ ഇത്തരം യുദ്ധം നടക്കുന്നത് ഇതാദ്യമായല്ല. സമാനമായ സംഭവം 1970കളിൽ ടാൻസാനിയയിലെ ഗോംബെ ദേശീയോദ്യാനത്തിലെ ചിമ്പാൻസികൾക്കിടയിൽ 4 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധം അന്തരിച്ച പ്രശസ്ത ഗവേഷക ജെയിൻ ഗുഡാൽ കണ്ടെത്തിയിരുന്നു. അവിടെ കസേക്കേല വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞ ചിമ്പാൻസികളെ പഴയ കൂട്ടാളികൾ തന്നെ കൊലപ്പെടുത്തുകയുണ്ടായി. അവിടെയും സമാനമായ സാഹചര്യങ്ങളായിരുന്നു. നേതൃമാറ്റം, ചിമ്പാൻസികളുടെ കുറവ് തുടങ്ങിയവയായിരുന്നു വിഭജനത്തിന് കാരണമായത്. ഉഗാണ്ടയിലെ കിബാലെ നാഷണൽ പാർക്കിൽ എൻഗോഗോ ചിമ്പാൻസികൾക്കിടയിലേത് രേഖപ്പെടുത്തിയ 2ാമത്തെ വലിയ വിഭജനമാണ്. ചിമ്പാൻസികൾക്കിടയിലുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടമാണ് എൻഗോഗോകളുടേതെന്ന് ദ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നു. ചിമ്പാൻസികളുടെ എണ്ണം ഉയർന്നിട്ടും ഭക്ഷണ സാഹചര്യങ്ങൾ കിബാലെ നാഷണൽ പാർക്കിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും എൻഗോഗോയിലെ ചിമ്പാൻസികൾ എന്തിന് യുദ്ധത്തിലേക്ക് നീങ്ങിയെന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. മനുഷ്യരുമായി ഏറ്റവും അടുത്ത ജനിതക ബന്ധമുള്ള ജീവികളാണ് ചിമ്പാൻസികൾ. അതുകൊണ്ടുതന്നെ അവർക്കിടയിലെ പഠനം മനുഷ്യ സമൂഹത്തിലെ സംഘർഷങ്ങളെക്കുറിച്ചും മാനസിക ഘടനകളെയും കുറിച്ച് ചില സൂചനകൾ നൽകുന്നു. മനുഷ്യയുദ്ധങ്ങൾക്ക് മതം, രാഷ്ട്രീയം, വംശം എന്നിവ കാരണമാകാറുണ്ട്. അതേസമയം ചിമ്പാൻസികൾക്കിടയിൽ ഇതൊന്നുമില്ലാതെ തന്നെ ഗ്രൂപ്പ് ഐഡന്റിറ്റി അടിസ്ഥാനമാക്കി യുദ്ധം നടക്കുന്നു. മനുഷ്യരിലെ വംശീയ യുദ്ധങ്ങൾക്ക് സമാനമായി കേവലം ഗ്രൂപ്പ് ഐഡന്റിറ്റിയുടെ പേരിൽ വിനാശകരമായ യുദ്ധങ്ങൾ നടക്കാമെന്ന് എൻഗോഗോ ചിമ്പാൻസികൾ തെളിയിക്കുന്നു. പരിണാമ പ്രക്രിയയിൽ വംശീയമായ ആക്രമണങ്ങൾ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് മനസ്സിലാക്കാൻ ഈ സംഘർഷം ശാസ്ത്രലോകത്തെ സഹായിക്കുന്നു. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.